നമസ്കാരം. നാഷണൽ ഹൈവേ 66 റോഡ് വികസനത്തിൻ്റെ ഭാഗമായ കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്ന നന്ദി ബസാറിൽ നിന്നും വടകര വരെയുള്ള ഭാഗത്ത് ഹൈവേ പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം. കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്ന നന്ദി ബസാറിൽ നിന്നാണ് നമ്മളിന്ന് യാത്ര തുടങ്ങുന്നത്. ഇവിടെ നന്ദി ബസാറിൽ നിന്നും ഏകദേശം തിക്കോടി അതുപോലെ തന്നെ പയ്യോളി വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ഏകദേശം രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുടെ വർക്കുകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സർവീസ് റോഡിലൂടെയാണ് ഏറെക്കുറെ വാഹനങ്ങളും കടത്തിവിടുന്നത്. ചില വളരെ കുറഞ്ഞ ഏരിയകളിൽ മാത്രമാണ് സർവീസ് റോഡിലൂടെ അല്ലാതെ പോകുന്നത്. മാത്രമല്ല ഡ്രെയിനേജുകളുടെ വർക്കുകളും സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയതായിട്ട് കാണാം. നമ്മുടെ ഈ നാഷണൽ ഹൈവേ 66 വർക്ക് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി കേരളത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാതയായിരിക്കും ഇത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ പാതയിലൂടെ നമ്മുടെ കേരള ജനത നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ എത്രത്തോളം, റോഡ് നിയമങ്ങൾ എത്രത്തോളം പാലിച്ച് മുന്നോട്ട് പോകുന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ വിഷയം തന്നെയാണ്. റോഡ് നിയമങ്ങൾ പൂർണ്ണമായും എല്ലാവരും പാലിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഹൈവേ പാതയായിട്ട് ഇത് മാറുന്നത്. അങ്ങനെ വളരെ നല്ലൊരു ഹൈവേ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായ നിയമങ്ങൾ വേണം, കർശനമായ നിയമങ്ങൾ വേണം. മാത്രമല്ല ഈ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. നമുക്കറിയാം, 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബ്രിട്ടീഷ് ഭരണാധികാരി ഋഷി സുനക് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിൻ്റെ പേരിൽ ഫൈൻ അടച്ച ഒരു സംഭവം നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമാണ്. ഋഷി സുനകിൻ്റെ സംഭവത്തിൽ ചരിത്രത്തിൽ ഇത് ആദ്യമായൊരു സംഭവമല്ല. അദ്ദേഹം ഇതിനു മുമ്പും പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടിയും ഫൈൻ അടച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടനിലെ ഏറ്റവും അധികാരത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന താനും ബ്രിട്ടനിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നിയമം ബാധകമാണെന്ന് അറിയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് അദ്ദേഹം ഇത്തരം പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത്. ഇത് ബ്രിട്ടനിൽ മാത്രമുള്ളൊരു സംഭവമല്ല. നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ അവിടെ ഉയർന്ന ഭരണാധികാരികൾ തങ്ങളും എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് കാണിക്കുവാൻ വേണ്ടിയിട്ട്, പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള നമ്മളുടെ ഭരണാധികാരികൾ പലപ്പോഴും ഇത്തരം നിയമങ്ങൾക്ക് തീരെ വില കൽപ്പിക്കാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവരുടെ അടുത്തുള്ള ബന്ധുക്കളും അതുപോലെ വളരെ വിദൂരതയിൽ അവർക്ക് ബന്ധമുള്ള പലരും ഈ അധികാരം ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്നതും നിയമത്തിനെ വെല്ലുവിളിക്കുന്നതും നിയമം പാലിക്കാതെ അതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം ആളുകൾ നിയമത്തിന് വലിയ രീതിയിലുള്ള വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാത്തത്. ഇവിടെ പയ്യോളി അതുപോലെ തന്നെ അയനിക്കാട് പ്രദേശത്തൊക്കെ ഹൈവേയുടെ പ്രവൃത്തികൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. സർവീസ് റോഡുകളാണ് ഇവിടെ വലിയ രീതിയിൽ പുരോഗതിയിലായിട്ട് മുന്നോട്ട് പോയത് കാര്യമായിട്ടും. അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതും കാണാം. ഇവിടെ പല സ്ഥലത്തും ആറുവരിപ്പാത, സെൻട്രലുള്ള ആറുവരിപ്പാത കുറച്ച് ഹൈറ്റിലൂടെ കടന്നു പോകുമ്പോൾ സർവീസ് റോഡുകൾ കുറച്ച് താഴയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ പയ്യോളി അങ്ങാടിയിലും ഏറെക്കുറെ സ്ഥലത്തും സർവീസ് റോഡുകളുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയത് കാണാൻ പറ്റും. ഇത് പയ്യോളി അങ്ങാടിയിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇവിടെയൊക്കെ ഗതാഗതക്കുരുക്ക് ഒരുപാട് രൂക്ഷമാണ്. കാരണം ചെറിയ റോഡുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ചെറിയ റോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ പല സ്ഥലത്തും 2 വരിപ്പാതയാണെങ്കിലും ഏകദേശം ഒരു 4 വരിപ്പാതയുടെ വീതി ഉണ്ടാകുന്ന സ്ഥലമാണ് കൂടുതൽ പ്രദേശങ്ങളും. പക്ഷേ ഈ ഏരിയയിലൊക്കെ വെറും 2 വരിപ്പാതയ്ക്കുള്ള വീതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഇവിടുന്ന് വടകര വരെയുള്ള ഭാഗത്തൊക്കെ ഒരുപാട് ട്രാഫിക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ബ്ലോക്കുകളിൽ കൂടുതലായിട്ടുണ്ടാകുന്ന പ്രദേശങ്ങളാണ് ഇവിടെ.
ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ കാര്യമായിട്ടും സർവീസ് റോഡിലൂടെയാണ് ഇവിടെ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആറുവരിപ്പാതയ്ക്ക് നടുവിലുള്ള ആറുവരിപ്പാതയിൽ ഒരുപാട് വർക്കുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ടാറിങ് അടക്കം പല സ്ഥലത്തും ടാറിങ് അടക്കം ഒരുപാട് മുന്നോട്ട് പോയതായിട്ട് കാണാം. അതുപോലെ സൈഡ് വാളുകളും ഒക്കെ മുന്നോട്ട് പോയതായിട്ട് കാണാം. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൈവേയുടെ വർക്കുകൾ ഒരുപാട് മുന്നോട്ട് പോയതായിട്ട് തന്നെ കാണാം പല സ്ഥലത്തും. ഇപ്പോൾ പ്രത്യേകിച്ച് അയണിക്കാട് ഭാഗത്തൊക്കെ നമ്മുടെ ആറുവരിപ്പാതയുടെ വർക്കുകൾ ഒരുപാട് മുന്നോട്ട് പോയതായിട്ട് കാണാം. ഇത് അയണിക്കാട് പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആറുവരിപ്പാതകളിലെ ടാറിങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് മുന്നോട്ട് പോയതായിട്ട് കാണാം. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രദേശത്തൊക്കെയുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വലിയ ബ്ലോക്കുകളുള്ള ഏരിയയാണ് ഈ വടകര ഏരിയ എന്ന് പറയുന്നത്. അതായത് നിലവിൽ ദേശീയപാത 66 എന്ന് പറയുന്നത് ഇവിടെ വെറും 2 വരിപ്പാതയുടെ വീതിയിൽ മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കുകളുള്ള ഒരു പ്രദേശമാണ് ഈ വടകര പ്രദേശം. നമ്മുടെ മറ്റു മേഖലകളിലൊക്കെ ഏറെക്കുറെ ഹൈവേ 2 വരിപ്പാതയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും 4 വരിപ്പാതയുടെ വീതിയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും കാണുന്നത്. ഇവിടെ അത്തരത്തിലൊരു വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കുകളുള്ളൊരു പ്രദേശമാണ് ഈ വടകര ഏരിയ എന്ന് പറയുന്നത്. ഇവിടുന്ന് പ്രത്യേകിച്ച് ഇരിങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇരിങ്ങൂരാണ്. ഈ ഏരിയയിൽ നിന്ന് മൂരാട് പാലം തുടങ്ങുന്ന ആ പ്രദേശം വരെയും മൂരാട് പാലം കഴിയുന്നവരെയും വലിയ ബ്ലോക്കാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും വീഡിയോയിൽ ഒരുപാട് പ്രദേശത്ത് ഒരുപാട് വാഹനങ്ങൾ ഈ ഏരിയയിൽ മണിക്കൂറുകളോളം പലപ്പോഴും ബ്ലോക്കുകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ ഇരിങ്ങൂർ മുതൽ നമ്മുടെ മൂരാട് പാലം കഴിയുന്ന പ്രദേശം വരെ മണിക്കൂറുകളോളം ഇവിടെ പലപ്പോഴും ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മൂരാട് പാലം പഴയ പാലം ബ്രിട്ടീഷ് നിർമ്മിത പാലമാണെന്നാണ് തോന്നുന്നത്. അതിലൂടെ 2 വലിയ വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ വാഹനം പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വലിയ വാഹനം ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിടേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ രീതിയിൽ 2 ഭാഗത്തും ഒരേ സമയം വാഹനങ്ങളെ പോകാൻ സമ്മതിക്കാറില്ല, വലിയ വാഹനങ്ങളെ. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു വലിയ വാഹനം നിർത്തിയിട്ട് മറ്റു ഭാഗത്ത് വാഹനം കടന്നു പോയതിന് ശേഷം മാത്രമാണ് ആ വലിയ വാഹനത്തെ കടത്തിവിടാറുള്ളത്. അത് പലപ്പോഴും ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. വലിയ ബ്ലോക്കിൻ്റെ കാരണം ഏറ്റവും വലിയ കാരണം അതാണ്. ഇവിടെ കുറ്റ്യാടിപ്പുഴക്ക് കുറുകയായിട്ടുള്ള മൂരാട് പാലം ഏറെക്കുറെ വർക്കുകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കഴിയുന്നതോടുകൂടി അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതോടുകൂടി ഇവിടുത്തെ ബ്ലോക്ക് ഒരു 90% ഇല്ലാതാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് മുന്നേ തന്നെ വരേണ്ട ഒരു പാലമാണിത്. ശരിക്ക് ഇത് ഒരുപാട് വൈകി വന്നു എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം ഇവിടുത്തുകാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഏരിയയിലെ ബ്ലോക്ക്. ഇവിടെ വടകരങ്ങാടിയിലൊന്നും വല്ലാതെ സർവീസ് റോഡുകളുടെ വർക്കുകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. വളരെ കുറഞ്ഞ ഏരിയയിൽ മാത്രമേ സർവീസ് റോഡുകൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വടകര വരെയുള്ള ഭാഗത്താണ് വീഡിയോ ചെയ്യുന്നത്. 6 മാസങ്ങൾക്ക് ശേഷം എന്താണ് വടകരയിലെ വർക്കുകൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നമ്മളെന്തായാലും നോക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.